CPM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാഥന്റെ കൊലപാതകം അതിക്രൂരവും നിന്ദ്യവുമാണ്. ഉത്സവത്തിനിടെ ക്ഷേത്രവളപ്പിലാണ് സത്യനാഥിന്റെ കൊലപാതകം നടന്നത്. ജനങ്ങൾക്ക് പ്രിയങ്കരനായ, സേവന സന്നദ്ധനായ, നാട്ടിൽ സജീവമായി ഇടപെടുന്ന ഒരു നേതാവ്, ധീരനായ നേതാവിനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടമായത്. ഇതുപോലെ എത്രയെത്ര നേതാക്കൾ, അനശ്വര രക്തസാക്ഷികൾ. എന്നാൽ എന്നും കൊലപാതക പാർട്ടി എന്ന പേര് CPMന് ചാർത്തിക്കൊടുക്കാനാണ് വലതുപക്ഷവും മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. സഖാക്കളുടെ രക്തസാക്ഷിത്വം അവർക്ക് പ്രശ്നമല്ല. കോൺഗ്രസും BJPയും SDP ഉൾപ്പെടെ ധീരസഖാക്കളെ കൊലപ്പെടുത്തിയതിന് കണക്കില്ല. ഇതൊന്നും ആർക്കും വാർത്തയേയല്ല. എന്റെ കോലമല്ലേ കത്തിച്ചുള്ളൂ, കണ്ണൂരിൽ അവർ എത്ര പേരെ ചുട്ടുകൊന്നു എന്ന ഗവർണറുടെ പ്രസ്താവന ഇതിന്റെ തുടർച്ചയാണ്. ചുട്ടുകൊന്നതിന്റെ ചരിത്രം കോൺഗ്രസിനും RSSനും ഉള്ളതാണ്. ചീമിനി സംഭവം 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഉണ്ടായത്. വോട്ടെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോയിരുന്ന് പ്രവർത്തകർ പ്രാഥമിക കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് കോൺഗ്രസുകാർ ഓഫീസ് വളഞ്ഞ് ആർക്കും പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട് 5 CPM പ്രവർത്തകരെ ചുട്ടുകൊന്നത്. 1989 ഛത്തീസ്ഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ട്രെയിനിൽ തിരിച്ചു വരും വഴിയാണ് EP ജയരാജനെ RSSന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് തോക്കുകൊടുത്ത് കൊലപ്പെടുത്താൻ കോൺഗ്രസ് നേതാവ് ശ്രമിച്ചത്. ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ആ ആക്രമണത്തിന്റെ ശാരീരിക വേദന ഇന്നും അനുഭവിച്ചാണ് EP ജയരാജൻ ജീവിക്കുന്നത്. 1999 ഓഗസ്റ്റ് 25 തിരുവോണനാളിലാണ് P ജയരാജനെ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിനുറുക്കിയത്. ജീവിക്കുന്ന രക്തസാക്ഷിയായി P ജയരാജൻ ഇന്നും കേരളീയ സമൂഹത്തിൽ സജീവമായുണ്ട്. പാട്യത്തെ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർക്ക് നേരെ RSSകാർ ബോംബെറിഞ്ഞ ഘട്ടത്തിലാണ് ഒരു ബോംബ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്ന അഷ്ന എന്ന 4 വയസ്സുകാരിയുടെ മുന്നിൽ പൊട്ടിയത്. മാരകമായി പരിക്കേറ്റ അഷ്നയുടെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. അഷ്ന ഇപ്പോൾ ഒരു ഡോക്ടറാണ്. കണ്ണൂരിലെ സേവറി ഹോട്ടലിൽ കോൺഗ്രസുകാർ നടത്തിയ ബോംബേറിലാണ് ഭക്ഷണം വിളമ്പിക്കൊണ്ടു നിന്ന നാണു എന്ന ഹോട്ടൽ തൊഴിലാളി കൊല്ലപ്പെട്ടത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരുടെ പാത്രങ്ങളിൽ ശരീരഭാഗങ്ങൾ തെറിച്ചു വീണു. ആക്രമണത്തിന് അന്ന് നേതൃത്വം കൊടുത്ത K സുധാകരന്റെ ഡ്രൈവർ പ്രശാന്ത് ബാബു ഇത് ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി. സുധാകരന്റെ ഗൺമാനാണ് നാൽപ്പാടി വാസു എന്ന പാവം മനുഷ്യനെ വെടിവെച്ചു കൊന്നത്. അതിനുശേഷം മട്ടന്നൂർ വന്ന K സുധാകരൻ ഒരാളെ വെടിവെച്ചിട്ടുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1972 തലശ്ശേരി കലാപത്തിന് RSS നേതൃത്വം നൽകിയത്. അന്ന് പള്ളിക്ക് കാവലിരുന്ന UK കുഞ്ഞിരാമൻ എന്ന സഖാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. മതന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലും CPM ആണെന്നതുകൊണ്ട് UK കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ടത്. 1972 ശേഷം 215 സഖാക്കളാണ് കണ്ണൂർ ജില്ലയിൽ RSSന്റെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. തലശ്ശേരി കലാപം അടിച്ചമർത്തുന്നതിൽ ശക്തമായ നേതൃത്വം നൽകിയ ആളാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി. SDPI പോപ്പുലർ ഫ്രണ്ട് മതതീവ്രവാദികളുടെ കുത്തേറ്റു മരിച്ച മഹാരാജാസിന്റെ അഭിമന്യു അവസാനം എഴുതിയ വാക്കുകൾ വർഗീയത തുലയട്ടെ എന്നാണ്. ഞാൻ പെറ്റ മകനെ എന്ന അഭിമന്യുവിന്റെ അമ്മയുടെ കരച്ചിൽ നമ്മുടെ കാതുകളിൽ ഇന്നും അലയടിക്കുന്നുണ്ട്. സഖാവ് ധീരജിന്റെ കൊലപാതകത്തെ ഇരന്നു വാങ്ങിയ മരണമെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ വിശേഷിപ്പിച്ചത്. യാതൊരു സംഘർഷവുമില്ലാതെ സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടന്ന കലാലയത്തിൽ കൊല ആസൂത്രണം ചെയ്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലിയും സംഘവും എത്തുകയായിരുന്നു. ഹൃദയത്തിന്റെ അറകളിലേക്ക് കത്തി കയറ്റി കൊന്നു തള്ളിയിട്ടും ധീരജിനെയും കുടുംബത്തെയും വീണ്ടും അപമാനിക്കാനാണ് സുധാകരന്റെ ഓരോ വാക്കുകളും. ഉന്നത യൂത്ത് കോൺഗ്രസ് KSU ജില്ലാ നേതാക്കളായ പ്രതികളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുക പോലും ചെയ്യാതെ സംരക്ഷിക്കുകയും നിയമസഹായം നൽകുകയുമാണ് കോൺഗ്രസ് ചെയ്തത്. SFI വയനാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ അപർണയെ KSU MSF സഖ്യത്തിന്റെ പിന്തുണയോടുകൂടി ട്രബിയോഗ് എന്ന ലഹരി സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. മരണത്തോട് മല്ലടിച്ച് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അഭിമന്യുവിന്റെ മുറിവുണങ്ങുന്നതിനു മുന്നേ SFI യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ നാസറിനെ ഫ്രട്ടേണിറ്റി KSU പ്രവർത്തകർ മഹാരാജാസ് ക്യാമ്പസിനകത്തിട്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഫ്രട്ടേണിറ്റി നേതാവ് ബിലാൽ, KSU നേതാവ് അമൽ ടോമി എന്നിവരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. നാസറും ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് തലനാരിഴയ്ക്കാണ്. ഇല്ല, പട്ടിക തീരുന്നില്ല. ഇത് ഒട്ടും പൂർണ്ണവുമല്ല. ഈ അക്രമങ്ങൾ ആരും നിങ്ങളോട് പറയില്ല. കാരണം ആക്രമിക്കപ്പെട്ടത് സഖാക്കളാണ്, CPMകാരാണ്.